GAB ഫാമിലി വ്ളോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പാമിസ്ട്രിയിൽ ഇന്ന് അല്പം കൂടി വ്യത്യസ്തമായ ചില കാര്യങ്ങളും രേഖകളുമാണ് ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത്. ഒപ്പം വിരലുകളുടെ കുറേ കാര്യങ്ങളൂടി സംസാരിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു ടിപ്പ് കൂടി പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല ഹസ്തരേഖ എന്ന് പറയുമ്പോൾ പാമിസ്ട്രി അഥവാ ഹസ്തരേഖ എന്ന് പറയുമ്പോൾ രേഖാശാസ്ത്രം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൈക്ക് ഉള്ളിലെ രേഖകൾ മാത്രമല്ല നോക്കുന്നു. കൈയുടെ രൂപം, വിരലുകളുടെ ഉയരം, ചൂണ്ടുവിരലിൻ്റെ ഉയരം, പെരുവിരലിൻ്റെ ഉയരം, അതുപോലെ തന്നെ വിരലുകൾ മടക്കുമ്പോഴുള്ള വ്യത്യാസങ്ങൾ, കൈകൾ നിവർത്തുമ്പോഴുള്ള വ്യത്യാസങ്ങൾ, കൈയുടെ മൊത്തമായ രൂപം, അങ്ങനെയൊക്കെ നമുക്ക് അതിനൊരു ലക്ഷണവും കൂടിയുണ്ട്. ഹസ്തരേഖയ്ക്ക് ലക്ഷണവും കൂടിയുണ്ട്. അപ്പോൾ അത്രയും വലിയ വലിയ ക്ലാസ്സുകളിലോട്ട് നമ്മൾ ഇതുവരെ കടന്നിട്ടില്ല. നമ്മൾ ഇപ്പോൾ ഹസ്തരേഖയെ പറ്റിയുള്ള മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ഇടയ്ക്ക് ഇതുപോലുള്ള ചില അറിവുകൾ കൂടി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളെപ്പറ്റി ചെറിയതായിട്ട് നമ്മളിവിടെ കാര്യങ്ങൾ കൂടുതലായിട്ട് നിങ്ങളിലേക്ക് അറിവിലേക്ക് എത്തിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായി എനിക്ക് പറയാനുള്ള കാര്യം, ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. പിന്നെ ഹസ്തരേഖയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇമേജുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇമേജുകൾ തയ്യാറാക്കിയിട്ടാണ് നമ്മൾ വെറുതെ പേനാക്കി ഒരു പടം വരയ്ക്കും. അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാവണമെന്നില്ല, എങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഒരു നോർമലായൊരു ഇമേജ് തയ്യാറാക്കിയിട്ട് ആ ഇമേജിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തേണ്ടത് വെച്ചിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഇമേജിലേക്ക് പോകാം. നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ഇമേജ് ഇതാണ്. അപ്പോൾ ഓർമ്മ പുതുക്കാനായിട്ട് ഞാൻ പറയുകയാണ്, ഈ കാണുന്നതാണ് നമ്മുടെ ആയുർരേഖ. ഈ കാണുന്ന ആയുർരേഖ, ഈ കാണുന്ന നമ്മുടെ ശിരോരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ, ഈ കാണുന്ന നമ്മുടെ ഹൃദയരേഖ അല്ലെങ്കിൽ ആരോഗ്യരേഖ, ഈ കാണുന്ന നമ്മുടെ ഭാഗ്യരേഖ. ഇവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ ചിലർക്ക് സ്നേഹബന്ധങ്ങളുണ്ടാവാം, പ്രണയവിവാഹങ്ങളുണ്ടാവാം. അങ്ങനെയുള്ളതിൽ ഏറ്റവും കൂടുതൽ വിജയിക്കുന്ന ആളുകൾ, ഇപ്പം സ്നേഹബന്ധത്തിലും പ്രണയവിവാഹത്തിലൊക്കെ വിജയിക്കുന്ന ആളുകൾ അങ്ങനെ വിവാഹം കഴിക്കൂ. ലാസ്റ്റ് എത്ര വലിയ പ്രതിബന്ധങ്ങൾ വന്നാൽ ആ പ്രതിബന്ധങ്ങൾ തട്ടി തരണം ചെയ്തിട്ട് അവസാന വിവാഹം ആ രീതിയിലേ പോകത്തുള്ളൂ. അങ്ങനെ കാണിക്കുന്ന ഒരു ഹസ്തരേഖയാണ് ഈ കാണുന്നത്. മനസ്സിലാക്കുക. അതെങ്ങനെയാണ് കണ്ടോ, ഇവിടെ ഭാഗ്യരേഖയുടെ ലാസ്റ്റ് ഭാഗം, അത് ഭാഗ്യരേഖ നേരെ മുകളിലേക്ക് പോയിരിക്കുകയാണ്. ഇവിടെയുള്ള രേഖകൾ ശ്രദ്ധിക്കേണ്ട. ഈ ഭാഗ്യരേഖ ഇങ്ങനെ പോവുകയും അതിന് ഇവിടുന്ന് ഒരു ശാഖ ഇങ്ങോട്ട് വരികയും ഒപ്പം ഇവിടെ മാരേജ് ലൈനിൻ്റെ ഇവിടെ ഒരു രേഖ മാത്രമായിട്ട് സ്ട്രൈറ്റ്, മറ്റു രേഖകൾ വരാതെ, മറ്റു രേഖകൾ ഖണ്ഡിച്ച് പോകാതെ ഇങ്ങനെ ഒരു രേഖ സ്ട്രൈറ്റ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഒപ്പം ഇതുപോലൊരു ശാഖ കൂടി ഇങ്ങനെ കാണുകയാണെങ്കിൽ അവരൊരു 28, 29, 30, 31 അതിനോടുള്ളിൽ തന്നെ അവർ വിവാഹം ഏത് വ്യക്തിക്കാണോ ഉള്ളത് ആ ആളുടെ പ്രണയവിവാഹമാണെന്നുള്ളത്, അതും സ്ട്രോങ് ആയ രീതിയിലുള്ള പ്രണയവിവാഹം തന്നെ, അത് വിവാഹത്തിൽ തന്നെ കലാശിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കണം. നമ്മുടെ നിയമങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കണം. നമ്മുടെ നിയമങ്ങൾ പുരുഷന് വലത് കൈ, സ്ത്രീക്ക് ഇടത് കൈയാണ്. കൈകൾ മറിച്ച് വന്നു കഴിഞ്ഞാൽ യാതൊരു ഫലവുമില്ല. അതായത് ഈ ഒരു സിമ്പൽ പുരുഷന് ഇടത് കൈ വന്നാൽ യാതൊരു ഗുണവുമില്ല, സ്ത്രീക്ക് വന്നാലേ ഉള്ളൂ. അങ്ങനെ മനസ്സിലാക്കുക. പുരുഷനാണ് വലത് കൈയിൽ വന്നാലേ ഗുണമുള്ളൂ, ഇടത് കൈ വന്നിട്ട് കാര്യമില്ല. സ്ത്രീക്ക് വലത് കൈ വന്നാലും കാര്യമില്ലെന്ന് മനസ്സിലാക്കുക. മറ്റാളുടെ കൈ നോക്കുമ്പോൾ എങ്ങനെയാണ് നോക്കേണ്ടത്? പുരുഷൻ ഒരു സ്ത്രീയുടെ കൈയാണ് നോക്കുന്നതെങ്കിൽ സ്ത്രീയുടെ ഇടത് കൈ നോക്കണം. സ്ത്രീ പുരുഷൻ്റെ കൈയാണ് നോക്കുന്നതെങ്കിൽ പുരുഷൻ്റെ വലത് കൈ നോക്കണം. രണ്ട് പുരുഷന്മാർ തമ്മിലാണെങ്കിൽ വലത് കൈകൾ മാത്രം നോക്കിയാൽ മതി. രണ്ട് സ്ത്രീകൾ തമ്മിലാണെങ്കിൽ ഇടത് കൈ മാത്രം നോക്കിയാൽ മതി. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി വേറൊരു വളരെ രസകരമായ ഒരു കാര്യം കൂടി ഇമേജ് ഞാൻ കാണിച്ചു തരാം. അത് നമ്മുടെ ഹസ്തരേഖയല്ല, നമ്മുടെ കയ്യിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതിൻ്റെ ഒരു അളവ് കൂടി വെച്ചിട്ട് നമ്മളൊരു ഇമേജ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് കാണിക്കാം. ഇതാണ് ആ ഇമേജ്. അപ്പോൾ ഇവിടെ വരച്ച ഒരു പടത്തിൽ മിസ്റ്റേക്ക് വന്നപ്പോൾ ഞാൻ പേനാക്കി വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ക്ഷമിക്കുക. മനസ്സിലാകുക. പടം വരയ്ക്കുമ്പോൾ അത്ര നല്ലൊരു ആർട്ടിസ്റ്റ് അല്ല ഞാൻ, അതുകൊണ്ടാണ് അങ്ങനെ എനിക്ക് വെട്ടിക്കളയേണ്ട വന്നത്. അപ്പോൾ ആ ഒരു പേജ് വെറുതെ പോകേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടെ തന്നെ പടങ്ങൾ വരച്ചിരിക്കുന്നത്. ആ ഒരു ഇമേജ് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം, ഇമേജിലേക്ക് കടക്കാം. ഒന്നാമത് ഇതെന്താണ് സംഭവം, ഞാൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ കൈവിരലുകൾ കൂടി ഒന്ന് കാണിക്കുകയാണ് എങ്ങനെയാണെന്ന്. കൈവിരലുകൾ കാണിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ഞാനിപ്പോൾ തിരിച്ചാണ് എൻ്റെ കൈവിരൽ കാണിക്കുന്നത്. അകത്തെ രേഖകൾ ഞാൻ പുറത്തേക്ക് പ്രസ്തുതമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇതിപ്പോൾ
ഇങ്ങനെയാണ് വിരലുകൾ നിൽക്കുക. നിങ്ങൾ കാണുമ്പോൾ എങ്ങനെ നോക്കണം? ഇങ്ങനെ മറിച്ച് കൈ മറിക്കണം. അപ്പോൾ കൈയുടെ അകംവശം കിട്ടും. വിരലുകൾ ഇങ്ങനെ ചേർത്ത് പിടിക്കുക, അതിനുശേഷം കൈ നേരെ മറിക്കുക. മനസ്സിലായോ? വിരലുകൾ ചേർത്ത് പിടിച്ച ശേഷം കൈ മറിക്കുക. അപ്പോൾ വിരലുകൾ ചേർത്ത് പിടിച്ച ശേഷം കൈ മറിച്ച് നോക്കാൻ പറഞ്ഞപ്പോൾ അകത്ത് രേഖകളുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എങ്ങനെയാണ് കൈകൾ വെക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാൻ ഈ വരച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ശരി, മനസ്സിലായെന്നും കരുതുന്നു. ഇവിടെ ആണ് നോക്കുക, പൊക്ക വ്യത്യാസം നോക്കൂ. അകത്തെ രേഖ ചൂണ്ടുവിരലിൻ്റെ രേഖ ഇത് മനസ്സിലാക്കുക. അല്ല, ചൂണ്ടുവിരലല്ല, ഈ കാണുന്നത് നടുവിരലാണ്. നടുവിരലിൻ്റെ പൊക്കമാണിത്, നടുവിരലിൻ്റെ പൊക്കം. ഒന്നാമത് കാണുന്നതാണ് ചൂണ്ടുവിരൽ. മറിച്ച് കാണുമ്പോൾ കാണുന്നതാണ് ചൂണ്ടുവിരൽ. മനസ്സിലായല്ലോ. അപ്പം കൈകളിങ്ങനെ മറിച്ച് ഞാൻ കാണിച്ചു. തിരിച്ചാണ് നിങ്ങൾ നോക്കേണ്ടത്. തിരിച്ച് മറിച്ച് നോക്കണം. ഞാനിപ്പോൾ ഉദാഹരണത്തിന് കൈ ഇങ്ങനെ കാണിച്ചതേ ഉള്ളൂ. തിരിച്ച് നേരെ മറിക്കുക. അപ്പോൾ അകത്തെ രേഖ കാണും. അപ്പോൾ ഫസ്റ്റ് കാണുന്നത് ഇപ്പം നമ്മുടെ ചൂണ്ടുവിരൽ ആദ്യം കണ്ടെങ്കിൽ സെക്കൻഡ് ഇങ്ങനെ മറിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുന്നത് നമ്മുടെ ബാക്കി എല്ലാ വിരലുകളും ഇങ്ങനെ മടക്കി വെക്കുക. അതിനുശേഷം നിങ്ങളിങ്ങനെ വെച്ച് കൈ നേരെ മറിക്കുക. അപ്പം അകത്തെ രേഖ കിട്ടും. മറിക്കുമ്പോൾ കാണുന്നത് നടുവിരലാണ് നമ്മുടെ ആദ്യം വരിക. സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, വലത് കൈ ആയിക്കോട്ടെ ഇടത് കൈ ആയിക്കോട്ടെ, നോക്കണ്ട. നിയമങ്ങൾ ഇവിടെ നോക്കണ്ട. എങ്ങനെയുണ്ടെന്ന് നോക്കിയാൽ ഇനി വേണമെങ്കിൽ നമുക്ക് നിയമം അനുസരിച്ച് നോക്കാം. സ്ത്രീകൾക്ക് ഇടത് കൈ നോക്കാം, പുരുഷന്മാർക്ക് വലത് കൈ നമുക്ക് നോക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതൊരു ജസ്റ്റ് ഒരു അറിവിലേക്ക് മാത്രമായിട്ട് പറയാം. ഇതിനത്ര സീരിയസ് ആയിട്ട് നമ്മൾ കാണണ്ട, ഒരു ഫണ്ണിയായ കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം നമുക്ക് അതിപ്പം ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്ന വലത് കൈയുടെ ഇമേജാണ്. അതുകൊണ്ട് സ്ത്രീകൾ ചിലപ്പോൾ ഇടത് കൈ തന്നെ നോക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെയാണ് നമ്മുടെ റൂള് പറയണേ. പക്ഷേ ഇത് അത്ര ഇതായിട്ട് നോക്കണ്ട. പക്ഷേ ഞാൻ പറഞ്ഞുതരാം സംഭവം എങ്ങനെയാണ്. അപ്പോൾ കൈകൾ മറിക്കുക. അപ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് നമ്മുടെ നടുവിരലിൻ്റെ ഉയരം. രണ്ടാമതായിട്ട് കാണുന്നതാണ് ചൂണ്ടുവിരൽ. അപ്പോൾ ഈ നടുവിരലിൽ അറിയാം, ഇവിടെ ഒരു വലയം ഉണ്ടായിരിക്കും, ഒരു രേഖ ഉണ്ടാക്കി, ഇവിടെ ഒരു രേഖ ഉണ്ടായിരിക്കും, ചിലർക്ക് ഇവിടെയൊക്കെ രേഖയുണ്ടാവും. നമ്മുടെ സന്ധികൾ മടങ്ങുന്നിടത്ത് ഒരു രേഖയുണ്ടാവും, മടങ്ങാത്തവിടത്തും രേഖയുണ്ടാവും. അപ്പോൾ ഈ ഒന്നാമത്തെ രേഖ, ആ രേഖയോട് തൊട്ട് തന്നെ അല്പം താഴെയായിട്ടാണ് നിങ്ങളുടെ ചൂണ്ടുവിരലിൻ്റെ ഉയരം നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ യാതൊരുവിധ പുറത്തു നിന്നുള്ള സ്നേഹബന്ധങ്ങളോ കാര്യങ്ങളോ അങ്ങനെയുള്ള റിലേഷൻസോ ഒന്നും ജീവിതത്തിൽ വരില്ല എന്നാണ് രേഖാശാസ്ത്രം പറയുന്നത്. ഇതിനെ ശാസ്ത്രമായിട്ട് കണ്ടാൽ മതി. അപ്പോൾ രേഖാശാസ്ത്രം പറയുന്നു. ഇനി രണ്ടാമത്തെ മോഡൽ ആളുകൾ. അപ്പോൾ ഈ രേഖ ഒരേ തലപ്പൊക്കം, ഫസ്റ്റ് ലൈൻ, നടുവിരലിൻ്റെ ഫസ്റ്റ് ലൈൻ ഇതിൻ്റെ തലപ്പൊക്കത്തിൽ തന്നെ നിൽക്കുകയാണ്. നഖത്തിൻ്റെ ഉയരം ഇവിടെ നോക്കരുത്, വിരലിൻ്റെ ഉയരം നോക്കാവും. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ സ്നേഹബന്ധങ്ങളും ഇല്ല എന്നുള്ള മനസ്സിലാക്കാം, അല്ലെങ്കിൽ വരാൻ സാധ്യതയില്ലെന്ന് മനസ്സിലാക്കാം. ഫോക്കസ് ഔട്ടാകുന്നുകൊണ്ട് ക്ഷമിക്കുക. അടുത്തത് ഒരേ പൊക്കമാണെങ്കിൽ കേട്ടോ, ഈ ലൈനോടൊപ്പം പിടിച്ചിരിക്കുകയാണെങ്കിൽ. ഇനി കൈകൾ അങ്ങനെ തന്നെ മറിച്ച് നോക്കുമ്പോൾ നടുവിരൽ ഉയർന്നു തന്നെ നിൽക്കുകയും ഈ വലയം വളരെ ഉയരത്തിലും അതിലും താഴെയായിട്ടാണ് നിങ്ങളുടെ ചൂണ്ടുവിരലിൻ്റെ ഉയരമെങ്കിൽ അതിൽ ഒത്തിരി താഴെ, ഇങ്ങനെ പിടിക്കുമ്പോൾ അളവ് കിട്ടുന്നില്ല, കുറേ കൂടി ഗ്യാപ്പ് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്നേഹബന്ധമുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്നേഹബന്ധത്തൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് കാണിക്കുന്നൊരു ലൈനാണ്. ഇനി അടുത്തതായിട്ട് പറയാനുള്ള ആളുകൾ വെട്ടിയിട്ടൊക്കെ നോക്കണ്ട. ഇവിടെ നോക്കൂ, ഈ ലൈനെയും കടന്ന് ചൂണ്ടുവിരൽ നിൽക്കുകയാണ്, പൊക്കം. മനസ്സിലായോ? മറിച്ച് നോക്കാൻ നമുക്ക് ലൈൻ്റെ അളവറിയില്ല. വെറുതെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഇപ്പോൾ എൻ്റെ കൈ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നോക്കൂ, നിങ്ങൾക്ക് അതിനകത്ത് എവിടെയാണ് ലൈൻ കുറിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൈ മറിക്കാഞ്ഞത്. അത് സീക്രട്ടായിട്ട് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, മറിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ എവിടെ കൊണ്ടു വെച്ചാലും കണ്ടോ, തിരിച്ചറിയാനായിട്ടൊന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഇത് മറിച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇവിടെ ആയിട്ടുള്ള ലൈനുകൾ നമുക്ക് കാണാൻ പറ്റും. ലൈനുകൾക്ക് കയറ്റാർക്കോ വ്യത്യാസമുണ്ട്. ഇങ്ങനെ വെച്ച് നോക്കിക്കൊണ്ട് തിരിച്ചറിയാൻ സാധിക്കത്തില്ല, തിരിച്ച് മറിച്ച് നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ മൂന്നാമത്തെ കക്ഷികളാണ് വരുന്നത്. മൂന്നാമത്തെ കക്ഷികൾ എന്ന് പറയുമ്പോൾ ഇവിടെ വിരൽ വലയത്തെയും കടന്ന് ചൂണ്ടുവിരൽ നിൽക്കുകയാണ്, നടുവിരലിൻ്റെ വലയത്തെ കടന്ന്.
അങ്ങനെയുള്ളവരെ നമ്മൾ പറയുന്നത് ഒന്നിലധികം കണക്ഷൻസൊക്കെ ഉള്ള ആളുകൾ, അതായത് ചുറ്റിക്കളി പോലുള്ള കാര്യങ്ങളായിട്ട് നടക്കുന്ന ആളുകളായിട്ട് നമുക്ക് വേണം പറയാം. അങ്ങനെയുള്ള 3-4 കണക്ഷൻസ് ഉള്ള ആളുകളായിട്ടൊക്കെ അതേ പറയാറുണ്ട്. അപ്പോൾ ഇതിലേത് മോഡലാണ് എന്നുള്ളത് നിങ്ങൾ കൈകളിങ്ങനെ ചേർത്ത് വെച്ച് നോക്കുക. അതിനുശേഷം കൈകൾ മറിക്കുക, വലയത്തിൻ്റെ അളവ് നോക്കുക, പൊക്കം നോക്കുക, ചൂണ്ടുവിരലിൻ്റെ പൊക്കം നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ക്യാരക്ടർ ടൈപ്പാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളോടുള്ള കൂട്ടത്തിലുള്ള ആൾ എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇതൊരു വെറുതെ ഒരു ഫണ്ണി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ട് നോക്കിയാൽ മതി, അത്ര സീരിയസ് ആയിട്ട് കാണണ്ട. ഇനിയിപ്പോൾ നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ഒരു ഹസ്തരേഖയുടെ ട്യൂട്ടോറിയൽ കൂടി ചെയ്യുന്നുണ്ട്. അതുകൂടി നമുക്കിവിടെ വിശദമാക്കാം. അതിനുള്ള ഇമേജിൽ കൂടി നമുക്ക് പോകാം. ട്യൂട്ടോറിയലിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടി കാണിച്ചിരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ വിരൽ വരുന്നുണ്ട്, ക്ഷമിക്കുക. ക്യാമറയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഡെമോയ്ക്ക് വേണ്ടി കാണിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഭാഗ്യരേഖയൊന്നും അടയാളപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് ഒരു ഇമേജ്. നമുക്കിപ്പോൾ ഹാൻഡിൻ്റെ മണ്ഡലങ്ങളെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും ഒരു ഇമേജ് മാത്രമാണ് ഇവിടെ ഇന്നിപ്പം സംസാരിക്കാനുള്ളത്. ഇത് നമ്മുടെ ആരരേഖ നമുക്കറിയാം. ഇത് നമ്മുടെ ശിരോരേഖ, ഇത് നമ്മുടെ ഹൃദയരേഖ. ഇവിടെ വെറുതെ ഭാഗ്യരേഖ വരച്ചിട്ടില്ല, കാരണം ഇവിടെ ഫ്രീ ആയിട്ടിരുന്നാലും നിങ്ങൾക്ക് മണ്ഡലങ്ങൾ കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഇവിടെ മോതിരവിരലാണ് ഈ ലാസ്റ്റ് വരുന്നത്, മോതിരവിരൽ. അത് കഴിഞ്ഞ് ചെറുവിരൽ. മോതിരവിരലിന് താഴെയുള്ള ഭാഗം സൂര്യമണ്ഡലം എന്ന് പറയും. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, മോതിരവിരലിന് താഴെയുള്ള ഭാഗം സൂര്യമണ്ഡലം. ഓർമ്മിച്ച് വെച്ചല്ലോ. ഇനി നമുക്കതേപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിക്കാം. അതിനായിട്ട് വീഡിയോയിലൂടെ നമുക്ക് തിരിച്ചു വരാം. നമ്മൾ കണ്ടു 3 ഇമേജോളം നമ്മൾ കണ്ടു. ഇത് നമ്മൾ വിശകലനം ചെയ്ത രേഖ, അതിൻ്റെ ഗുണങ്ങൾ, അതുപോലെ തന്നെ ചൂണ്ടുവിരലും നടുവിരലും കൂടി ഒന്നിപ്പിച്ച് വെക്കുമ്പോൾ വരുന്ന ഒരു ഫണ്ണി എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങളല്ല ഞാൻ അവിടെ സംസാരിച്ചിരുന്നു. വേണമെങ്കിൽ ആ ഫണ്ണി എക്സ്പീരിയൻസ് റൂൾ നോക്കി ചെയ്യാം, റൂളില്ലാതെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ നോക്കാം. ഒരു രസത്തിന് വേണ്ടി എന്ന് ചിന്തിച്ചാൽ മതി. അതിലത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിയമം അനുസരിച്ച് വലത് കൈ പുരുഷൻ എന്നുള്ളപ്പം വലത് കൈയുടെ ആ വിരലുകൾ തന്നെയാണ് മുട്ടിച്ച് നോക്കേണ്ടത്. സ്ത്രീകളുടെ ഇടത് കൈ തന്നെ മുട്ടിച്ച് വേണം നോക്കുക, മനസ്സിലാക്കുക. 60% ഭാഗം ഉൾക്കൊള്ളുക. അത് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഇമേജിൽ, 3ാമത്തെ ഇമേജിൽ മോതിരവിരലിന് താഴെയുള്ള ഭാഗം സൂര്യമണ്ഡലം എന്ന് പറയും. അപ്പോൾ ഈ സൂര്യമണ്ഡലം എന്ന് പറയുന്ന ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നല്ല ഒരു ഹസ്തരേഖ വിദഗ്ധൻ്റെ, വാമശ്രീ അറിയാവുന്ന ഒരാൾക്ക് എന്തെല്ലാം ആ വ്യക്തികളിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലപ്രാപ്തി വിജയത്തിലെത്തുമോ പരാജയത്തിലെത്തുമോ എന്നുള്ളത് നേരത്തെ തന്നെ ആ വ്യക്തിയുടെ ഹസ്തരേഖ കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ വ്യക്തിയുടെ ഹസ്തരേഖ നേരത്തെ തന്നെ ആ വ്യക്തിയുടെ ഫലപ്രാപ്തിയെപ്പറ്റി സംസാരിക്കും. വിജയിക്കുമോ തോൽവിയാണോ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ അത് ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ വരുന്ന രേഖകൾ, അവിടെ വരുന്ന ചിഹ്നങ്ങൾ തുടങ്ങിയവ മനസ്സിലാക്കിയെടുക്കുമ്പോൾ ഒരു വാമസ്റ്റിനെ അറിയാൻ പറ്റും ആ വ്യക്തിയുടെ യാത്ര എങ്ങോട്ടാണ് വിജയിക്കുമ്പോൾ. അടുത്തൊരു വിജയം, ഫലപ്രാപ്തി എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫലം ലഭിക്കുക. അടുത്തൊരു വിജയം, കാര്യങ്ങളിലെല്ലാമുള്ള വിജയം, വിജയിക്കുമോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തൊരു കർമ്മരംഗം. ഈ 3ഉം തമ്മിൽ കണക്റ്റഡാണ്. അതായത് കർമ്മം, ജോലി, പ്രവൃത്തി, ഫലപ്രാപ്തി, വിജയം, ഇവയെല്ലാം 3ഉം തമ്മിൽ കണക്റ്റഡാണ്. ഈ 3 കാര്യങ്ങൾ ജീവിതത്തിൽ പ്രധാനപ്പെട്ടാണ്. ഈ ഭാഗങ്ങളെപ്പറ്റി എല്ലാം മനസ്സിലാക്കണമെങ്കിൽ സൂര്യമണ്ഡലത്തിലേക്ക് നോക്കിയാൽ മതി. അത് മോതിരവിരലിന് താഴെയുള്ള ഭാഗം, അതാണ് നമ്മുടെ സൂര്യമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യമണ്ഡലത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഫലപ്രാപ്തി മനസ്സിലാക്കാം, ആ വ്യക്തിയുടെ വിജയം മനസ്സിലാക്കാം, കർമ്മരംഗത്തിലെ വിജയങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ പതിവായിട്ട് എല്ലാ വീഡിയോകളിലും നമ്മളൊരു നക്ഷത്രത്തെ അനലൈസ് ചെയ്യാറുണ്ട്. രേവതിയിൽ നമ്മൾ തിരിച്ച് വരികയാണ്, അശ്വതിയിലേക്ക് നമ്മൾ പോവുകയാണ്. അതിനിടയിലുള്ള നക്ഷത്രങ്ങളെല്ലാം നമ്മളിങ്ങനെ അനലൈസ് ചെയ്ത് ഓരോ ദിവസവും നമ്മൾ അത് അനലൈസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന നക്ഷത്രം മൂലനക്ഷത്രമാണ്. തിരിച്ച് ഓർഡറിൽ വരുമ്പോൾ മൂലനക്ഷത്രം. അപ്പം മൂലനക്ഷത്രത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ നക്ഷത്രം വളരെ നല്ല നക്ഷത്രമാണ്, വളരെയധികം ഗാംഭീര്യമുള്ളൊരു നക്ഷത്രമാണ്. അതുപോലെ തന്നെ ചില ചെറിയ ദോഷങ്ങൾ കൂടി ഉള്ള നക്ഷത്രമാണ്, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. അപ്പം നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ സംസാരിക്കുന്ന കൂടെ ഞാൻ ആ കാര്യങ്ങൾ വഴിയെ സംസാരിക്കുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിക്കുന്ന ആൾക്ക് വളരെയധികം ധനസമൃദ്ധി ഉണ്ടാവും. ധനസമൃദ്ധി, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വളരെയധികം ധനസമൃദ്ധി ആ വ്യക്തിക്കുണ്ടാവും. മൂലനക്ഷത്രത്തിലുള്ള വ്യക്തിക്ക് ധനസമൃദ്ധി ഉണ്ടാവും. നല്ല ആരോഗ്യം ഉണ്ടാവും. നല്ല ആരോഗ്യം, തലയെടുപ്പ്, ഒരു ഗർവ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണേൽ അഹങ്കാരം എന്ന് പറയാം. വേണേൽ അഹങ്കാരത്തോടു കൂടിയൊരു നോട്ടം, അഹങ്കാരത്തോടു കൂടിയൊരു തലയെടുപ്പ് എന്ന് വേണേൽ പറയാം. പിന്നെ സ്വതന്ത്രമായ ചിന്താഗതികൾ വെച്ച് പുലർത്തുന്ന ആളുകളാണ്. സ്വാതന്ത്ര്യത്തോടു കൂടി ഏതൊരു കാര്യം ചെയ്യാനുള്ള, പ്രത്യേകിച്ച് ഒരു കാര്യത്തെയും ഭയക്കാതെ
ജീവിക്കാനുള്ള തൻ്റെ ഇടം കാണിക്കുന്ന ആളുകളാണ് മൂലനക്ഷത്രത്തിലുള്ളവർ. ഈശ്വര വിശ്വാസമൊക്കെ മുറുകെ പിടിക്കുന്ന ആളുകളാണ്. ചില സമയങ്ങളിൽ അതൊക്കെ വേണ്ടാന്നുള്ള രീതിയിൽ പ്രവർത്തിക്കാറുമുണ്ട്. ചില സമയങ്ങളിൽ അവർക്ക് നല്ല സ്വഭാവമായിരിക്കും, ചില സമയം അവർക്ക് വളരെയധികം സ്വഭാവത്തിന് വ്യത്യാസം വരും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഇവർ കോപിക്കും. ഉഗ്രമായിട്ട് കോപിക്കുന്ന ഒരു നക്ഷത്രത്തിൽപ്പെട്ട കുറേ നക്ഷത്രങ്ങളുണ്ട് ഉഗ്രമായി കോപിക്കുന്നത്, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ അതിൻ്റെ ഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ് മൂലനക്ഷത്രം. ഉഗ്രമായിട്ട് കോപിക്കും. കോപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശ്നമാണ്. ഉഗ്ര കോപം വന്നു കഴിഞ്ഞാൽ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, മൂലനക്ഷത്രത്തിലുള്ള ആൾ വളരെയധികം കോപം വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യുമെന്നൊന്നും നമുക്ക് പറയാനൊന്നും സാധിക്കത്തില്ല. കാരണം കോപം വരുന്നത് പല രീതിയിലാണ്. അപ്പം അത് നമുക്ക് ഊഹിക്കുന്നതിനപ്പുറമായിരിക്കും അവിടെ നടക്കുന്ന സംഭവം. ആ വ്യക്തി ചെയ്തു വെക്കുന്ന കാര്യം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മുന്നിൽ വരുന്ന ആളുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നേരത്തെ പറയാനൊന്നും സാധിക്കത്തില്ല. പിന്നെ ധാരാളിത്തമുണ്ട് ഇവർക്ക്. കൂടുതൽ പണം ചിലവാക്കുന്ന ആളുകളാണ്. ധാരാളിത്തമുണ്ട്. അടിച്ചു പൊളിക്കുന്ന ഒരു ലൈഫ് ഇവർക്ക് ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു ഒരു ചെറിയ ദോഷമുണ്ട്. ആ ദോഷം പറയുന്നത് സ്ത്രീകൾക്കാണ് ഞാൻ കേട്ടുകഴിവ് ഉള്ളത്. ഒരു കേട്ടുകഴിവ് എന്ന് മാത്രം നമുക്ക് വെക്കാം. നമ്മൾ പൂർണ്ണമായിട്ട് ഇതിലോട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ കഴിവതും സ്വന്തമായി സൗന്ദര്യചിന്ത, ബഹുമാനപ്പെടുക്കുന്ന ക്യാരക്ടർ, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഇവരുടെ ജോലിയൊക്കെ നിയമപരമായി ബന്ധമുള്ള ജോലിയായിരിക്കും. നിയമപാലകരാകുക, നിയമവുമായി ബന്ധപ്പെട്ട ജോലി പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ചെയ്യും. അപ്പോൾ സ്ത്രീക്ക് മൂലനക്ഷത്രത്തിലുള്ള സ്ത്രീക്ക് പലപ്പോഴും മൂലനക്ഷത്രവും പൊരുത്തമുണ്ട്. അതല്ല, പൊരുത്തമുള്ള നക്ഷത്രക്കാരോട് കുഴപ്പമില്ല. അല്ലാതെ പൊരുത്തമില്ലാത്ത നക്ഷത്രത്തിലുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. എല്ലാ നക്ഷത്രത്തിനും ഉണ്ടല്ലോ പൊരുത്തമില്ലാത്ത ആളുകൾ. അപ്പം അങ്ങനെ വരുമ്പോൾ സ്ത്രീക്കാണെങ്കിൽ പുരുഷന്മാരെക്കാൾ കൂടുതലായൊരു തലയെടുപ്പ് വേണം, അല്ലെങ്കിൽ പുരുഷന്മാർ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യം ഞങ്ങളെക്കാൾ പറ്റും എന്നുള്ള രീതിയിൽ മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകളാണ് മൂലനക്ഷത്രത്തിലുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലനക്ഷത്രത്തിലുള്ള ഒരു വ്യക്തിയുടെ വിവാഹ സമയത്ത്, സ്ത്രീയുടെ വിവാഹ സമയത്ത് ചില സമയങ്ങളിൽ വിവാഹം കഴിക്കുന്ന ഭർത്താവിൻ്റെ പിതാവിന് ചില സമയങ്ങളിൽ ചില കഷ്ടനഷ്ടങ്ങളോ തൊഴിൽ പരാജയമോ എന്തെങ്കിലും മാനഹാനി പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരാജയങ്ങളോ ചിലപ്പോൾ അപകട ഭീതികളോ ഒക്കെ ചില സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട്. അതൊരു ദോഷമാണ്. ആ ഒരു ദോഷത്തെ മറികടക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട്. ആ ദോഷത്തിന് പരിഹാരങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു ആചാര്യനെ കൊണ്ടത് ദോഷങ്ങളെ മാറ്റി നിർത്തിക്കാൻ സാധിക്കും. അപ്പം വിവാഹ സമയത്ത്, സ്ത്രീകളുടെ വിവാഹ സമയത്ത് ചില സമയങ്ങളിൽ ഭർത്താവിൻ്റെ പിതാവിന് ചില സമയങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ടാവാൻ സാധ്യതയുണ്ട്. സാധ്യത മാത്രമായിട്ട് കൂട്ടിയാൽ മതി, കൂടുതലായിട്ട് അതേപ്പറ്റി ഒന്ന് ചിന്തിക്കേണ്ട. കാരണം ഈ വരുന്ന യുഗങ്ങളിൽ നമ്മളത് പൂർണ്ണമായും ചിന്തിക്കുന്നില്ല. നമ്മളൊരു അറിവ് ശേഖരത്തിൻ്റെ ഭാഗമായി ഉൾക്കൊള്ളുന്നില്ല. കാരണം പല സ്ത്രീകളും വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, പ്രധാനമായും. കാരണം വളരെയധികം ഒരു സ്ട്രിക്റ്റായ ഒരു ജീവിതമായിരിക്കും ഇവർക്കുണ്ടായിരിക്കും. മാത്രമല്ല നിയമപരമായ പല ജോലികളും ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. നിയമം വെച്ചിട്ടുള്ള കളികളായിരിക്കും പലപ്പോഴും ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവാഹം പോലുള്ള ചടങ്ങുകളിലേക്ക് മാതാപിതാക്കൾക്കാണെങ്കിൽ പോലും ഒരു സ്ത്രീയെ എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ചില ആളുകളുടെ ക്യാരക്ടർ വളരെ സോഫ്റ്റായിട്ടായിരിക്കും. കാരണം അവർ പ്രശ്നമില്ല, കുടുംബം, ജീവിതം, കുഴപ്പങ്ങളൊന്നുമില്ല, വേറെ രീതി പോകും. ചില പാദത്തിലുള്ളവർ 1, 2, 3, 4 പാദമുണ്ട്. എല്ലാത്തിനും പാദമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ചില പാദക്കാർ വളരെയധികം കോപത്തിൽ തന്നെ ഇരിക്കും. 24 മണിക്കൂറും കോപത്തിലായിരിക്കും. അവരോട് ചെന്നിട്ട് സംസാരിക്കാൻ പോലും ചിലപ്പം വീട്ടിൽപ്പെട്ട ഫാമിലി മെമ്പറിന് പോലും ചിലപ്പം ഭയം തോന്നിയെന്ന് വരും. മനസ്സിലായോ? അതായത് രൂപം, മുഖഭാവം അത് ഫേസ് ചെയ്യാനൊന്നും ചിലപ്പോൾ സ്വന്തം പേരൻസിനോ ഒന്നും സാധിച്ചെന്ന് വരില്ല. അത് പുരുഷൻ്റെ കാര്യത്തിലും അതെ. മുഖഭാവം മൂലനക്ഷത്രത്തിലുള്ള ഒരാളുടെ മുഖഭാവത്തേക്ക് നോക്കുക എന്ന് പറയുന്നത് ഫേസ് ചെയ്യാൻ ചില ആളുകൾക്ക് പറ്റത്തേയില്ല. അതിപ്പോൾ പൊരുത്തമുള്ള നക്ഷത്രക്കാർക്കാണെങ്കിലും പൊരുത്തമില്ലാത്തവർക്കാണെങ്കിലും മുന്നിലേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടല്ല, അല്ലെങ്കിൽ ചെറിയ ബഹുമാനം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തോന്നിയിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ അങ്ങനെ ഒരാൾ വന്നു വെച്ച് ചിലപ്പോൾ നമുക്ക് വിവാഹം പോലുള്ള കാര്യങ്ങൾ സംസാരിക്കാനോ ഒന്നും വീട്ടുകാർക്ക് പോലും ചിലപ്പോൾ സംസാരിക്കാൻ പറ്റുമെന്ന് വരികയില്ല. ചില ആളുകൾ നേരെ ഓപ്പോസിറ്റാണ്. ഞാൻ പറഞ്ഞിട്ട് പാത വ്യത്യാസമുണ്ട്.
ഇനി അതുപോലെ ഈശ്വര വിശ്വാസമുണ്ട്, നല്ല സ്വഭാവമുണ്ട്, ധാരാളിത്തം ഉള്ളവരാണ്. ചില സമയങ്ങളിൽ അവർ ചില അസ്വസ്ഥതകളൊക്കെ പ്രകടിപ്പിക്കും. ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ടെൻഷൻ ആയിരിക്കും, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇത് മനുഷ്യ സഹജമാണ്. പിന്നെ നന്നായി സംസാരിക്കാനും ഇടപെടാനും അറിയുന്ന ആളുകളാണ്. നന്നായിട്ട് അവർ സംസാരിക്കും, നന്നായിട്ട് ആളുകളോട് ഇടപെടും. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും അവർ ബഹുമാനിക്കപ്പെടും, അവർക്ക് ബഹുമാനം ലഭിക്കും. ബഹുമാനം ലഭിക്കുന്ന ഒരു നക്ഷത്രമാണ് മൂലനക്ഷത്രം. ചില നക്ഷത്രക്കാർക്കൊക്കെ ബഹുമാനത്തിന് പകരം കൂടുതൽ അപമാനം ലഭിക്കാറുണ്ട്. ബഹുമാനത്തിൽ കൂടുതൽ അപമാനം ലഭിക്കുന്ന ആളുകളാണ് അശുദ്ധിപ്പെട്ടവർ, പോരാടത്തിൽപ്പെട്ടവർ, വിഷാദത്തിൽപ്പെട്ടവർ, അങ്ങനെയുള്ളവരൊക്കെ. ചില സമയങ്ങളിൽ ബഹുമാനത്തിന് പകരം തിരിച്ച് അപമാനം ലഭിക്കും. രേവതിപ്പെട്ടവർ, ചില ആളുകൾക്കൊക്കെ തിരിച്ചടി ഭയങ്കരമായിട്ടാണ് വരുന്നത്. എന്തായാലും നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം വരുന്നത് റിവേഴ്സിലായിരിക്കും കാര്യങ്ങൾ കറങ്ങി വരുന്നത്. പക്ഷേ മൂലനക്ഷത്രം, തിരുവോണ നക്ഷത്രം, ഞാൻ പറഞ്ഞു തിരുവോണം, വിശാഖത്തിന് ഞാൻ പറഞ്ഞു ചില സമയങ്ങളിൽ അപമാനപ്പെടും. പക്ഷേ തിരുവോണ നക്ഷത്രം അപമാനപ്പെടാറില്ല. ശത്രു നക്ഷത്രത്തിന് മുന്നിൽ പോകാത്തവരെ അപമാനപ്പെടത്തില്ല. മൂല നക്ഷത്രത്തിനും ബഹുമാനം ലഭിക്കും, ശത്രു നക്ഷത്രത്തിന് മുന്നിൽ പോകാത്തവിടത്ത് വരെ. പക്ഷേ മിത്രമാണേലും ശത്രുവാണേലും ഒരു ഉപകാരം ചെയ്താലോ ഒരു പ്രവൃത്തി ചെയ്താലോ അപമാനം ആദ്യം ലഭിച്ചിട്ട് പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ബഹുമാനം ലഭിക്കുന്ന രീതിയിലാണ് അശ്വതി മുതൽ മറ്റ് നക്ഷത്രങ്ങളിലൊക്കെ പോക്ക്. അതിലിപ്പം നമുക്ക് ബഹുമാനം ലഭിക്കുന്നവർ രണ്ടുപേരെ ഉൾപ്പെടുത്താൻ പറ്റും, തിരുവോണവും മൂലനക്ഷത്രം. വേറെ ആരെയും ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. ബാക്കി എല്ലാവർക്കും ഒരു ഡസൻ അപമാനം കൂട്ടിയിട്ടാണ് എല്ലാം ലഭിക്കുക. അനുഭവത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഞാൻ ഇപ്പോൾ എടുത്ത് പറയുന്നില്ല, ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം, സ്വന്തമായിട്ട് അറിയാം, സ്വന്തം അനുഭവം. അതുപോലെ തന്നെ ക്ഷമാശീലമുള്ളവരാണ്. കോപം വന്നാലും അവർ പെട്ടെന്ന് തന്നെ തണുക്കും. ക്ഷമാശീലമുള്ളവരാണ്, ഉദാരമതികളാണ്. എന്തെങ്കിലും സഹായമോ ഹെൽപ്പോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി അവർക്കുണ്ടാകും. ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്. ചിലപ്പോൾ ജീവിതത്തിൽ ചില കഷ്ടതകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിതാവിൽ നിന്ന് ചിലപ്പോൾ മോശമായ, സ്വന്തം പിതാവിൽ നിന്ന് ചിലപ്പോൾ സഹായങ്ങൾ ചിലപ്പോൾ കിട്ടില്ല. മോശമായ അനുഭവം എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണ് കേട്ടോ. സഹായങ്ങൾ, ഇൻസൾട്ട്, കുത്തുവാക്കുകൾ, വഴക്ക് തുടങ്ങിയവ കാര്യങ്ങൾ ചെറുകാലത്ത് കേൾക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ ശുഭാപ്തി വിശ്വാസം ഇവരെ മുറുക്കെ പിടിക്കും. ജീവിതത്തിൽ രക്ഷപ്പെടും, ഞാൻ ഉയർന്ന് വളർന്ന് കാണിക്കുമെന്നുള്ള വാശിയിലായിരിക്കും ഇവരുടെ ഒരു പോക്ക്. നിയമങ്ങളൊക്കെ പാലിക്കും, നിയമപാലകരാവും, നിയമം വെച്ചുള്ള ജോലികൾ ചെയ്യും. അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ചെയ്യും. അതിനത് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഉറച്ച തീരുമാനങ്ങൾ എടുക്കും. പലപ്പോഴും പലരും ജീവിതത്തിൽ ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ വൈകാറുണ്ട്. ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്തവരുണ്ട്. ഉറച്ച തീരുമാനങ്ങൾ ഒന്നും നോക്കാതെ എടുക്കാൻ കഴിവുള്ളവരാണ് മൂലനക്ഷത്രങ്ങൾ. പിന്നെ എപ്പോഴും ഒരു സന്തോഷത്തിലായിരിക്കും. സന്തോഷിക്കുന്ന കാര്യങ്ങളും ജീവിതം ആസ്വദിക്കുന്ന കാര്യങ്ങളും അവർ ചെയ്യും. ചില സമയങ്ങളിൽ അവർ അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ മുറുക്കും. എന്താണ് അന്ധവിശ്വാസം? ജ്യോതിഷം നോക്കുന്നതല്ല അന്ധവിശ്വാസം, അസ്ത്രയെപ്പറ്റി പറയുന്നതല്ല അന്ധവിശ്വാസം. അന്ധവിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ കുറേ ഐറ്റമാണ്. നമ്മൾ അന്ധവിശ്വാസം എന്ന് കരുതുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ജ്യോതിഷം, അസ്ത്രരേഖ, അത്തരം കാര്യമെല്ലാം അന്ധവിശ്വാസം നമ്മളങ്ങോട്ട് കരുതും. അതല്ല സംഭവം. അന്ധവിശ്വാസം എന്ന് അറിയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം, മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പം കാക്ക കരഞ്ഞു, ഇന്ന് പോകണ്ട, തിരിച്ചു കയറിയേക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ വീടിനകത്തോട്ട് തിരിച്ചു കയറുമെന്ന് കരുതുക. അപ്പോൾ ചിലപ്പോൾ പറയും ആ ഒരു മൂലയ്ക്കിരുന്ന് കാക്ക കരഞ്ഞാൽ അത്ര ശുഭകരമല്ല എന്ന് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് അങ്ങോട്ട് പോവുകയില്ല, തിരിച്ചു കയറി. അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഒരു പൂച്ച വട്ടം ചാടി. പൂച്ച വട്ടം ചാടുന്ന എല്ലാ വാഹനങ്ങളുടെ മുന്നിൽ കൂടിയും പൂച്ച വട്ടം ചാടാറുണ്ട്. പലപ്പോഴും റോഡെ പോകുന്ന പല വാഹനത്തിനും മുന്നിൽ കൂടിയും പൂച്ച ക്രോസ് ചെയ്തു. നമ്മൾ ദൂരേക്ക് ഒരു ലോങ് ജേർണി പോയിക്കൊണ്ടിരിക്കുക. പോകുന്ന വഴിക്കൊരു പൂച്ച ഓടിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ റിവേഴ്സ് എടുത്ത് വീട്ടിൽ വന്നാൽ എങ്ങനെ ഇരിക്കും? ആ ഒരു പരിപാടി എല്ലാവരും അല്ല, അതിനെയൊക്കെ, ഇതിപ്പോൾ ഇവരുടെ കാര്യമല്ല, മൂലനക്ഷത്രക്കാരുടെ കാര്യമല്ല ഞാൻ ഇവിടെ പറയുന്നത്. എന്താണ് അന്ധവിശ്വാസം എന്നുള്ളതാണ് ഈ കൂട്ടത്തിൽ നിന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ പൂച്ച വട്ടം ചാടിയെന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തുകയാണെന്ന് കരുതുക. അന്ന് പോയേയില്ല, ജോലിക്കോ പുറത്തൊക്കെ പോയില്ല. അങ്ങനെയൊക്കെ കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് അന്ധവിശ്വാസം. അന്ധമായി അത്തരം കാര്യങ്ങളെ വിശ്വസിക്കുക, ആവശ്യമില്ലാത്ത കാര്യങ്ങളെ വിശ്വസിക്കുക, അതിനെ അന്ധവിശ്വാസം നമുക്ക് പറയാം. അല്ലെങ്കിൽ പല്ലി ഇരച്ചു, അത് ശുഭകരമല്ല, അതുകൊണ്ട് ഞാൻ ആ കാര്യം ചെയ്യുന്നില്ല എന്നൊക്കെ വെക്കുവാണെങ്കിൽ അത് അന്ധവിശ്വാസം നമുക്ക് പറയാം. അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ അന്ധവിശ്വാസമായിട്ട് കരുതണ്ട. അന്ധവിശ്വാസം എന്ന് പറയുമ്പോഴേ പെട്ടെന്ന് എല്ലാവരും എടുത്തിരുന്ന കാര്യം ജ്യോതിഷം അന്ധവിശ്വാസമാണ്, അത് അന്ധവിശ്വാസമാണ്, അതല്ല ശരിക്കും അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ. അന്ധമായി മറ്റ് ചില കാര്യങ്ങളെ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് അന്ധവിശ്വാസം എന്ന് നമ്മൾ പറയും. അതുപോലെ തന്നെ ചില അന്ധവിശ്വാസം ഇവരുടെ അടുത്തും ഉണ്ട്. ഇനി ചില സമയങ്ങളിൽ അച്ഛനിൽ നിന്ന് സഹായക്കുറവ് ഞാൻ പറഞ്ഞു, നിയമങ്ങൾ പാലിക്കുമെന്ന് പറഞ്ഞു. നേതൃത്വ പാഠവുമുണ്ട്. അതായത് ആജ്ഞാപിക്കാനുള്ള ശക്തി ഇവർക്കുണ്ട്, ആജ്ഞകൾ കൊടുക്കാനുള്ള ശക്തി ഇവർക്കുണ്ട്, ധൈര്യമുണ്ട്, ബാഹ്യ അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. അതുപോലെ ബാഹ്യമുള്ള ആളുകളുമാണ്, ബാഹ്യമുണ്ട് ഇവരുടെ ലൈഫിൽ. അതായത് ബാഹ്യമുള്ള ആളെന്ന് പറഞ്ഞാൽ പല കാര്യത്തിനും ബാഹ്യമുണ്ടാവും. എല്ലാവർക്കും എല്ലാ കാര്യത്തിലും ബാഹ്യമൊന്നും ഉണ്ടാവില്ല. ബാഹ്യ അനുഭവങ്ങൾ അനുഭവിക്കാനുള്ള ബാഹ്യം കൂടി ഇവർക്കുണ്ട്.
ഭാഗ്യമുണ്ടായിട്ട് കാര്യമില്ല. ആ ഭാഗ്യത്തിൻ്റെ ഫലം വേറൊരാളാണ് കൊണ്ടുപോകുന്നെങ്കിലോ? ആ സ്വന്തം ഭാഗ്യം അനുഭവിക്കാനുള്ള യോഗം കൂടി ഇവർക്കുണ്ട്. കരുണയുള്ള മനസ്സാണ്, സഹായിക്കുന്ന പ്രകൃതക്കാരാണ്. പിന്നെ ഇതിൽ കൂടുതലായിട്ട് നമുക്ക് പറയാനുള്ളത് ഇവരുടെ ജോലികൾ. ഇവർക്ക് ഏതെല്ലാം തരത്തിലുള്ള ജോലികൾ ചെയ്യാൻ പറ്റും, ഏതെല്ലാം ജോലികൾ ഇവർ ചെയ്യും. ആത്മീയ പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യും. ആത്മീയ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമുക്കിപ്പം മനസ്സിലാവും, പുരോഹിതരാവാം, മറ്റ് ജ്യോതിഷം നോക്കുന്നയാളാവാം, ആചാര്യന്മാരാവാം, എന്തു വേണേലും ആവാം. മനസ്സിലാക്കണം, ഏത് മതത്തിൻ്റെ വേണമെങ്കിലും പുരോഹിതത്വ വ്യക്തി ആ ഒരു പുരോഹിത വൃത്തി ചെയ്യാനുള്ള, മനസ്സിലാക്കുക, പൗരോഹിത വൃത്തി എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാനുള്ള ജോലികളെല്ലാം ഇവർക്ക് എടുക്കാനായിട്ട് സാധിക്കും. പൗരോഹിത്യം എന്ന് പറയും, പൗരോഹിത്യം അതാണെന്ന് ഒന്ന് കറക്റ്റ് വാക്ക്, പൗരോഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെങ്കിലും ഇപ്പോൾ ഒരു സ്വാമിജി പോലുള്ള ആൾ, സ്വാമിനി പോലുള്ള ആൾ, സ്ത്രീകൾ മാത്രമുള്ള മഠങ്ങളുണ്ടല്ലോ, അല്ലെങ്കിൽ സ്ത്രീകൾ മാത്രം നടത്തുന്ന പ്രാർത്ഥന കൂട്ടായ്മകളുണ്ടല്ലോ, അങ്ങനെയുള്ള ആളുടെ ലീഡർ ആവാനും ഒക്കെ പലതരം മനുഷ്യരാണ്. കഥാകൃത്തുകൾ ആവാനുള്ള സാധ്യത കൂടുതലാണ്. കഥകൾ എഴുതുക, സാഹിത്യം എഴുതുക, പാട്ട് പാടുക, പാട്ട് എഴുതുക തുടങ്ങിയ കാര്യങ്ങൾ അതൊക്കെ ചെയ്യാം. പിന്നെ എന്തെങ്കിലും വിഷയങ്ങൾ ഡിപ്ലോമയൊക്കെ എടുക്കാനുള്ള കഴിവുകൾക്കുണ്ട്. ഡിപ്ലോമ ചിലപ്പോൾ ഭാഷാ പഠനത്തിലാവും. ഭാഷകൾ പഠിക്കുന്ന കാര്യത്തിൽ അല്പം എക്സ്പേർട്ടുകളാണ് മൂലനക്ഷത്രമുള്ളവർ. കൂടുതലും 5-6 ഭാഷയൊക്കെ ഒറ്റയടിക്ക് പഠിച്ചെടുക്കാനുള്ള പവറൊക്കെ മൂലനക്ഷത്രക്കാർക്കുണ്ട്. പല ആളുകൾക്ക് ഈ ഒരു കാര്യം കിട്ടത്തില്ല, വലിയ പാടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ഭാഷ ചിന്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് പിടിച്ചൊരു കാര്യമാണ്. അതിന് ഒരുപാട് നിയമങ്ങളുണ്ട്. അപ്പം 2-3 ഭാഷകൾ കൈകാര്യം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എല്ലാവരും നോർമലി പഠിച്ചു നോക്കും. അതല്ലാതെ ക്ലിയറായിട്ട് തെറ്റുകളില്ലാതെ നല്ല സ്പീഡിൽ ഉപയോഗിക്കാൻ കഴിവുള്ള പവർ ഉണ്ടാക്കിയെടുക്കാൻ, പെട്ടെന്ന് ഓരോ ഭാഷകളിലേക്ക് മാറി പെട്ടെന്ന് സംസാരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ടാക്കി വെക്കാൻ മൂലനക്ഷത്രക്കാർക്ക് കഴിവുണ്ട്. അതിനുള്ള പവറൊക്കെ അവർക്കുണ്ട്. പിന്നെ തർജ്ജമ ചെയ്യുന്ന ജോലി, ഭാഷ തർജ്ജമ ചെയ്ത് കൊടുക്കുന്ന ജോലി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി നിന്നിട്ട് അത് വേറെ വിശകലനം ചെയ്തും വിവർത്തനം ചെയ്തും വേറെ പുസ്തക പ്രസാധനമൊക്കെ ചെയ്യുന്ന ആളുകളാവാനും ഇവർക്ക് കഴിയും. പിന്നെ ഡോക്ടർമാരാവാൻ കഴിയും. ഞാൻ പറഞ്ഞു, സ്ത്രീകളിലും ഡോക്ടേഴ്സുണ്ട്, പുരുഷന്മാരും ഡോക്ടേഴ്സുണ്ട്. അത്തരം കാര്യങ്ങളെപ്പറ്റി, വലിയ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിവുള്ള ആളുകളാണ് മൂലനക്ഷത്രത്തിൽപ്പെട്ടവർ. മരുന്നുകളുമായി ബന്ധമുണ്ട്. മരുന്നുകൾ വിൽക്കുന്ന ആളാവാം, മരുന്നുകൾ നിർമ്മിക്കുന്ന ആളുകളാവാം, എന്ത് വേണേലും ആവാം. അങ്ങനെ വേണം. ഉപദേശകരാവാം. ഉപദേശകർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം കൗൺസിലിംഗ് ചെയ്യുന്ന ആളാവാം, സൈക്കോളജി പരമായി സംസാരിക്കുന്ന ആളുകളാവാം, എന്ത് വേണേലും ആവാം. അങ്ങനെയുള്ള ജോലികൾ. സോഷ്യൽ വർക്കുകൾ ഇവർക്ക് ഇഷ്ടമാണ്. സാമൂഹിക പ്രവർത്തനം, ചിലപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളാവാം, എല്ലാം അവർക്ക് വരും. നിയമരംഗങ്ങൾ, ഞാൻ നേരത്തെ സംസാരിച്ചത്, നിയമരംഗം, രാഷ്ട്രീയം, പത്രപ്രവർത്തനം തുടങ്ങിയ ജോലികളെല്ലാം ചെയ്യാനായിട്ട് ഇവർക്ക് വളരെയധികം താല്പര്യമുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മൂലനക്ഷത്രത്തെപ്പറ്റി ഇവിടെ സംസാരിച്ചിരുന്നത്. ഞാൻ ഇനി പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊരുത്തത്തിൻ്റെ ഒരു രീതി കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ എല്ലാ നക്ഷത്രങ്ങളുടെയും പൊരുത്തത്തെപ്പറ്റി നേരത്തെ തന്നെ വീഡിയോകളിലെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അശ്വതി മുതൽ രേവതി വരെ ഏതെല്ലാം നക്ഷത്രക്കാരുമായിട്ട് പൊരുത്തം ഉണ്ട്, അതുപോലെ പൊരുത്തമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇനിയും മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ വീണ്ടും അതുപോലെ തന്നെ വേറെ വീഡിയോകൾ ചെയ്യുന്നതുമാണ്. അപ്പോൾ പൊരുത്തം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് എപ്പോഴും ജ്യോതിഷം എന്ന് പറയുന്ന കാര്യത്തെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയപ്പോഴും പഠിച്ചപ്പോഴും പൂർണ്ണമായും എനിക്ക് ചില കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും ചില കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല. പക്ഷേ പൊരുത്തത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് വിശ്വാസം. ഇത് ആ ഒരു കാര്യം മാത്രം കറക്റ്റായിട്ട് നടക്കുന്നത് കണ്ടിട്ട് ഞാൻ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്, പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്കും ആ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. എങ്ങനെയൊക്കെ മനസ്സിലാക്കിയെടുക്കാം, ഒന്നും നോക്കാതെ. നക്ഷത്രം അറിയണ്ട, ജാതകം അറിയണ്ട, ഒന്നും അറിയണ്ട, ഗ്രഹനില നോക്കണ്ട, ഒന്നും അറിയണ്ട. ഒരാളെ കാണുമ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറും, എങ്ങനെയാണ് നിങ്ങളുടെ സ്വഭാവം മാറും, ആളോട് നിങ്ങൾക്ക് ദേഷ്യം തോന്നുന്നുണ്ടോ, വെറുപ്പ് തോന്നുന്നുണ്ടോ, അങ്ങനെയൊക്കെ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി ചുമ്മാ ഒരു ഫൺ ആയിട്ട് ഒരു എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട്. ഇതൊരു മനസ്സിലാക്കി, ഇതൊന്നും ദുരുപയോഗം ചെയ്യാനുള്ള കാര്യങ്ങളല്ല, നിങ്ങളുടെ അറിവ് ശേഖരണത്തിലേക്ക് മാത്രമായിട്ട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്. മനസ്സിലാക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന, ഇപ്പോൾ നമുക്കറിയാം സെലിബ്രിറ്റി ലെവലിലുള്ളവരാണ്, അങ്ങനെയുള്ള ആളുകൾ, പാട്ടുകാർ, അഭിനയിക്കുന്നവർ, അങ്ങനെയുള്ളവർ, ഏത് ഭാഷയുള്ളവർ, ഏത് രാജ്യക്കാരായിക്കോട്ടെ, അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ സ്ഥിരമായ ഒരു ഫാൻസ് ആയിരിക്കും നിങ്ങൾ. എല്ലാവർക്കും ഒരു ഇഷ്ട കഥാപാത്രമുണ്ട്. അത് സ്ത്രീ ആയാലും പുരുഷനായാലും. ഞാൻ പറഞ്ഞത് ഫാൻസായ ആൾ, അതായത് വ്യക്തിയല്ല സ്ത്രീ. നമ്മൾ പരിപാടി കാണുന്നതിൽ ആ സ്ത്രീ ആയാലും പുരുഷനായാലും ഉള്ള ആ ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടേഴ്സിൻ്റെ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഇത്ര ആളുകളുടെ പ്രോഗ്രാമുകളായിരിക്കും നമ്മൾ കാണുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഫണ്ണായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാം.
ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ പൂർണ്ണമായി ഇതിൻ്റെ ഒരു ചിത്രം നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു 10 പേര് ഏതെങ്കിലും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന റിയാലിറ്റി ഷോയിലുള്ളവരോ അവരുടെ എല്ലാം പേരുകൾ നമ്മൾ 10 പേരെ ഇപ്പോൾ എടുത്ത് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. താല്പര്യമുള്ള ആളുകൾ, നമുക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്ന ആളുകൾ. ഇനി 10 പേര് ഇഷ്ടമില്ലാത്ത ആളുകളെ ചൈഞ്ഞ് കണ്ടുപിടിക്കുക. ആ 10 പേര് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒറ്റ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് വരുത്തില്ല. ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ അവരുടെയൊക്കെ നക്ഷത്രങ്ങൾ ഇഷ്ടമില്ലാത്തവരുടെ മനസ്സിലാക്കി എടുക്കുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് പൊരുത്തമില്ലാത്ത നക്ഷത്രങ്ങളുടെ ലിസ്റ്റിൽ തീർച്ചയായും അവരുണ്ടാകും. മനസ്സിലായോ? ഇനി ഒന്നും കഴിവുകളില്ല, യാതൊരു കഴിവുമില്ല, ഒരു കഴിവുമില്ലാത്ത കുറച്ച് ആളുകളാണെങ്കിൽ പോലും ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളുടെ 10 പേരുടെ പേര് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികളുടെ നക്ഷത്രങ്ങൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് പൊരുത്തമുള്ള നക്ഷത്രത്തിൻ്റെ ലിസ്റ്റിൽ അവർ കാണും. ഇത് സെലിബ്രിറ്റികളുടെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ തീർച്ചയായും ഒരു വ്യക്തിക്ക് ഇഷ്ടമുള്ളവരുമുണ്ട്, ഇഷ്ടമില്ലാത്തവരുമുണ്ട്. എക്സ്പീരിയൻസിന് വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പേരുകൾ ഓർത്തിരിക്കാം, മനസ്സിൽ ഓർക്കാം. എനിക്ക് ആരെയാണ് ഇഷ്ടം, എന്നോട് ആർക്കൊക്കെ താല്പര്യമുണ്ട്, ആ വ്യക്തികളുടെയൊക്കെ നക്ഷത്രം എന്താണ്, അത് തീർച്ചയായും നമുക്ക് അറിയാമല്ലോ. മനസ്സിലോർക്കുക, ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പം മനസ്സിലോർക്കുക. ഇതാണ് ഞാൻ പറഞ്ഞത്, ദുരുപയോഗം ചെയ്യാനുള്ള, ആരോടും ചോദിക്കാനല്ല, മനസ്സിൽ ഓർത്തിരുന്നാൽ മതി. ആരോടും പോയി കഞ്ഞി എഴുതി പിടിച്ച് തയ്യാറാക്കാനൊന്നും പോകരുത്. കാരണം അതൊന്നും നമ്മുടെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല. അതൊക്കെ നിങ്ങളുടെ സ്വന്തം പ്രവർത്തികളാണ്, അതൊക്കെ നിങ്ങളുടെ സ്വന്തം റിസ്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. മനസ്സിലാക്കുക. ഞാൻ ഉദാഹരണത്തിന് വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. നിങ്ങളുടെ അറിവ് ശേഖരണത്തിലേക്ക് വേണ്ടി മാത്രം പറയുകയാണ്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം, നിങ്ങളുടെ ബന്ധുക്കളിലോ സുഹൃത്തുക്കളിലോ ഉള്ള ആളുകളിൽ നിങ്ങളെ ആർക്കൊക്കെ ഇഷ്ടമില്ല, നിങ്ങൾക്ക് ആരൊക്കെ ഇഷ്ടമില്ല, ആ വ്യക്തികളുടെ നക്ഷത്രം തീർച്ചയായും നിങ്ങളുമായിട്ട് പൊരുത്തമില്ലാത്ത നക്ഷത്രത്തിൻ്റെ ലിസ്റ്റിൽ പെട്ടത് തന്നെയാണ്. മനസ്സിലായോ? അപ്പോൾ അത് മനസ്സിലാക്കാം. ആരൊക്കെ ഇഷ്ടം നിങ്ങൾക്ക് താല്പര്യമുണ്ട്, നിങ്ങളെ ആർക്കെല്ലാം താല്പര്യമുണ്ട്, അവരുമായിട്ട് നിങ്ങൾക്ക് തീർച്ചയായും പൊരുത്തമുള്ള നക്ഷത്രത്തിൻ്റെ ലിസ്റ്റിൽ നിങ്ങൾ പെട്ടണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിവിടെ സംസാരിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു മോട്ടിവേഷൻ സ്റ്റോറിയാണ്. മോട്ടിവേഷൻ സ്റ്റോറിയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു കുട്ടിയുടെ കഥയാണ്. ഒരു അനുസരണക്കേട് കാണിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ അനുസരണക്കേട് കാണിക്കുന്ന ഈ കുട്ടി എന്തനുസരണക്കേടാണ് കാണിക്കുന്നത് നമുക്ക് ഈ കഥയിലേക്ക് കടക്കുമ്പോൾ മനസ്സിലാവും. ഈ കുട്ടി ഒരു വീടിന് മുന്നിലായിട്ട് നിൽക്കുകയാണ്, കുട്ടിയുടെ വീടിന് മുന്നിലായിട്ട് നിൽക്കുകയാണ്. അപ്പം അതിലെ കൂടി ഒരു വൃദ്ധനായ ഒരാൾ പോവുകയാണ്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, ഒരു രസം കുട്ടി ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോൾ മുഖത്തേക്ക് ഒറ്റ തുപ്പ് കൊടുത്തു. തുപ്പിക്കഴിഞ്ഞപ്പോൾ അയാളൊന്നും മിണ്ടാതെ പോയി. കാരണം ഒരു കൊച്ചു കുട്ടിയല്ലേ, എന്ത് ചെയ്യാനാ, പോയി. കുട്ടിക്ക് വീണ്ടും രസം കയറി. അതിലെ വേറൊരു ആൾ വരികയാണ്. അപ്പോൾ അയാളുടെ മുഖത്തേക്കും തുപ്പി. അപ്പം പുള്ളിക്ക് പെട്ടെന്ന് ഒരു കൊച്ചു കുഞ്ഞിനോടുള്ളൊരു കൗതുകം തോന്നിയിട്ട് പുള്ളി കയ്യിൽ നിന്ന് തിരിച്ച് രൂപ എടുത്ത് കയ്യിലോട്ട് കൊടുത്തു. 1 രൂപ എടുത്ത് കൊടുത്തു. എന്നിട്ട് അയാളും പോയി. അപ്പോൾ കുട്ടി ഓർത്താ അങ്ങനെ മുഖത്ത് തുപ്പുവാണെങ്കിൽ പൈസ ഒക്കെ കിട്ടുമെന്ന് കരുതി കുട്ടി അവിടെ കാത്തു. അങ്ങനെ കുറച്ച് ദിവസം അവിടെ കുട്ടി ഈ പ്രവർത്തികൾ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ദിവസം കുറേ ദിവസമായി ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും ഒന്നും മിണ്ടാ പോവുകയാണ്, ചിലർ ദേഷ്യത്തിൽ നോക്കും. ഒരു ദിവസം ഒരു വൃദ്ധനായ ആൾ വരികയാണ്. ആടെ മുഖത്തേക്കും കുട്ടി തുപ്പി. അപ്പം തന്നെ കൈയിരുന്ന വടി വെച്ച് ആ വൃദ്ധൻ ആ കുട്ടിയെ തലകും പിലകും തല്ലി. അന്നത്തോടുകൂടി ആ കുട്ടി ആളുകളുടെ മുഖത്തേക്ക് തുപ്പുന്ന പരിപാടി നിർത്തി. ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ചെയ്യുന്ന ഒരു നമ്മൾ തെറ്റാണ് തിരിച്ചറിയുന്ന ടൈം വരെ നമുക്കതേപ്പറ്റി അറിവില്ലായ്മയോട് നമ്മൾ പലതും ചെയ്യും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. അത് കുട്ടിക്ക് ചിലപ്പോൾ അനുഭവത്തിൻ്റെ പാഠത്തിൽ നിന്നായിരിക്കും ലഭിക്കുന്നത്. അപ്പം അനുഭവത്തിൻ്റെ പാഠത്തിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. നമ്മൾ ആരെയും പതിവായി ഇൻസൾട്ട് ചെയ്യുന്നുണ്ടോ, നമ്മൾക്ക് ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ എന്നാണ് നമുക്കൊരു തിരിച്ചടി വരിക, ഇതേപ്പറ്റിയിട്ട് മനസ്സിലാക്കാനാണ് ഈ ഒരു കാര്യം ഞാൻ അവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു, ഒരുപാട് മോട്ടിവേഷൻ സ്റ്റോറികൾ സംസാരിച്ചു കഴിഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ നമ്മളിവിടെ സംസാരിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാറാവുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കേട്ടുകൊണ്ടിരുന്ന ആളുകൾ, അവർക്കെല്ലാം നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക. താങ്ക് യു.